അതാണ് സ്നോ കണ്ടപ്പോ ചേച്ചീനെ എന്തൊക്കെ പേര് അയ്യോ നമ്മുടെ മൺചിത്രത്തായുള്ള സ്ഥലത്തിന്റെ പേരെന്താ അയ്യോ മറന്നുപോയി ഞാൻ. സ്നോ കണ്ടപ്പോ ചേച്ചീനെ അയ്യോ ഇവിടുത്തെ മനോരോഗിയില്ലേ അവിടുത്തെ മനോരോഗിയുടെ പദ്ധതി ഞാൻ ഇതാണ് ഇവിടുത്തെ മനോരോഗിയായി തോന്നിയ സോറി ഞാൻ മറന്നുപോയി. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മള് ക്രിസ്മസ് ഹാക്സ് പാർട്ട് 2 ആണ് ചെയ്യാൻ പോണത്. അപ്പൊ ലാസ്റ്റ് ഹാക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ക്രിസ്മസിന്റെ കുറെ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാനുള്ള, അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യണത് കുറച്ച് ക്രിസ്മസ് ട്രീസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഇപ്പൊ കൊറോണയുടെ സമയം കാരണം നമുക്ക് പുറത്ത് പോയിട്ട് എന്താ ക്രിസ്മസ് ട്രീ മേടിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. പിന്നെ കുറെ പേർക്ക് ഓൺലൈനായിട്ടൊക്കെ നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ക്രിസ്മസ് ട്രീ ചെയ്യുക, ക്രിബ് ചെയ്യുക, അതിനൊക്കെ അങ്ങനെ എന്താ പറയുക അസൈൻമെന്റ് പ്രൊജക്ട് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ യൂസ് ആവുമെന്ന് വിചാരിക്കും. നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്രിസ്മസ് ട്രീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലൊരു 3 ഹാക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ അപ്പൊ വെച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു ഭയങ്കര സ്പീഡായി പോയി ഹാക്ക് ചെയ്തത്, ചേച്ചി കുറച്ച് സ്ലോ ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടി ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 കുത്ത് കാണും. ആ കുത്തുമ്പോൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് കാണും. അതിൽ നോർമൽ എന്നുള്ളത് നിങ്ങൾ കുറച്ചിടാം. അപ്പൊ എന്റെ ഇങ്ങനെ എന്താ ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ പോകും. എന്നാലും നിങ്ങൾക്ക് ഹാക്ക് ചെയ്യേണ്ടത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ആ ഒരു രീതിയിൽ ചെയ്തോക്കാം. എന്നിട്ട് ഹാക്കൊക്കെ ട്രൈ ചെയ്തിട്ട് പിക്സ് ഇനി അയക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറെ പേര് പിക്സ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പൊ അയച്ചെന്ന പിക്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇനി വരുന്ന പിക്സ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും തന്നെ കമന്റിൽ അറിയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടല്ല. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറയണം. അപ്പൊ നമുക്ക് അതേ സമയം കളയണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ എന്താ മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി ചാനൽ നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ അതേ സമയം കളയണ്ട, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയേക്കണം. അപ്പൊ ഒരു A4 ഷീറ്റ് സ്ക്വയർ ആക്കി കട്ട് ചെയ്തിട്ടാണ് ഇവര് ചെറിയൊരു ക്രിസ്മസ് ട്രീ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അപ്പൊ കാണാൻ നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ കുറച്ച് വലുതാക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു ഹാക്ക് വർക്ക്ഔട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇത് എങ്ങനെയുണ്ട്? ശരിക്കും ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക് വന്നിട്ടില്ലേ? ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ, ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. അടിപൊളി ക്രിസ്മസ് ട്രീ ആയിട്ടുണ്ട്. ശരിക്കും ലുക്കിൽ എനിക്ക് തോന്നുന്നത് വലിയൊരു A4 ഷീറ്റ് വലുതുണ്ടാവില്ല, വലിയൊരു ഷീറ്റ് ഇതേപോലെ എടുത്ത് നിങ്ങൾ സ്ക്വയർ ആയി കട്ട് ചെയ്ത് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ നമുക്ക് കിട്ടും. ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു പെൻസിൽ ഇട്ടേക്കാറുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അത് തൽക്കാലത്തേക്ക് ഇതേ കണ്ടാ ഒരു പെൻസിലാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗൺ കളറിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കാ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ പോയിട്ട് ക്രിസ്മസ് ട്രീ മേടിക്കാന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മരത്തിന്റെ ചില്ലൊക്കെ വെട്ടി അതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ള പണികളാണ്. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പേപ്പർ കൊണ്ടൊക്കെ ക്രിസ്മസ് ട്രീ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടില്ലേ? ഇതുമ്മ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വൈറ്റ് തെർമോക്കോളൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ നല്ല സ്നോ ബോൾസ് ഇതുമ്മ നിൽക്കണ പോലെയും. അപ്പൊ അടിപൊളി ഒരു ഹാക്കാണ്. ഇതിൽ നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാം. അത്ര ഈസിയാണ് ചെയ്യാൻ. അത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അത്ര സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ധൈര്യമായി ട്രൈ ചെയ്ത് നോക്കാം.
അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടാഗിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മളൊരു ക്രിസ്മസ് ട്രീ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും A4 ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പൊ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഗ്രീൻ കളർ A4 ഷീറ്റ് എടുത്തിട്ട് ഇവര് ആദ്യം ഒരു കോൺ ഷേപ്പിൽ മടക്കാണ്, നമ്മൾ കപ്പലിന്റെ ഒക്കെ പൊതിയില്ലേ അതുപോലെ മടക്കാണ്. അതിനുശേഷം അതിന്റെ ഉള്ളിലൊരു വേറെ ബ്രൗൺ കളർ A4 ഷീറ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഒരു സിലിണ്ടർ ഷേപ്പിൽ മടക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കയറ്റാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മരം. അതിനുശേഷം ഇങ്ങനെ A4 ഷീറ്റ് ഫോൾഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുക അങ്ങനെ ചെറുതായിട്ട്, എന്നിട്ട് അതിനെ ഒട്ടിക്കുകയാണ്. അപ്പൊ ഒരു അടിപൊളി കിഡിലും ക്രിസ്മസ് ട്രീ നമുക്ക് കിട്ടാണ്. അപ്പൊ ഈ ഒരു ഹാക്ക് ക്രിസ്മസ് ട്രീ ആയി വരില്ലേ നീ, ഉണ്ണിയേശു പിറന്നല്ലോ പുൽക്കുട്ടിലായി, മാലാഖമാരാടി പാടി പാടി നടന്നല്ലോ, നക്ഷത്രങ്ങൾ കൂട്ടും കോടി ഉണ്ണിയെ നോക്കുമ്പോൾ കൂടി കളിക്കാൻ നീ വരില്ലേ ക്രിസ്മസ് അപ്പൂപ്പ. അപ്പൊ ഇതാണ് നമ്മുടെ കിഡിലെ ക്രിസ്മസ് ട്രീ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുമോ ക്രിസ്മസ് ട്രീ അല്ലാന്ന്? ഇത് പേപ്പറിനുള്ള ക്രിസ്മസ് ട്രീ ആണെന്ന് തോന്നുമോ? ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഹാക്കാണ്, അടിപൊളി. ഒരു മിനിറ്റ്, നമ്മുടെ ദീപി അവിടെ പുറത്ത് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പോയി തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ സൂപ്പർ ആയിട്ടുണ്ട്. നോക്കിയേ, ഇത് നമ്മള് ലാസ്റ്റ് ഹാക്കിൽ ഉണ്ടാക്കിയ നമ്മുടെ സ്റ്റാർ ആണ്, ഈസി ആയിട്ട്. അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ എന്നൊക്കെ പേപ്പർ കൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. ഇതൊക്കെ തെർമോക്കോളിന്റെ ബോൾസ് ആണ്. അപ്പൊ ഇതൊരു കിഡിലൻ ഹാക്ക് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും വലിപ്പത്തില് ഇതിന് പകരം ചാർട്ട് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ കുറച്ച് പേപ്പർ കുറച്ച് കൂടുതൽ വെട്ടി ഒട്ടിക്കണം എന്നുള്ള. അപ്പൊ സൂപ്പർ ഒരു ക്രിസ്മസ് ട്രീ ആണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്താക്കാം. നമ്മൾ ഇതിൽ 10 20 മാർക്കൊക്കെ നമ്മൾ കൊടുക്കുക ഇതിൽ വേണം കേട്ടോ. അത്ര അടിപൊളി ഹാക്ക് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടാഗിലേക്ക് പോവാം. ഇനി വരാൻ പോകുന്നതാണ് ഒരു കിഡിലൻ ഫെന്റാസ്റ്റിക് ആൻഡ് ബോംബ്ലാസ്റ്റിക് നമ്മുടെ ഒരു ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്ക് നമ്മള് കഷ്ടപ്പെട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞാൻ കുറെ നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു ഹാക്കാണ്. അപ്പൊ ഈ ഒരു ഹാക്ക് എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം. വലിയൊരു ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇത്ര വലുപ്പത്തിലൊക്കെ ഉള്ള ഒരു ക്രിസ്മസ് ട്രീ, ഇത് എത്ര വലുപ്പത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോ ഇത് എന്ന് പറയുന്നത് നമ്മൾ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്ന അടിപൊളി ഹാക്കാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് ക്രിസ്മസ് ട്രീ കണ്ടില്ല, നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ശരിക്കും ഞെട്ടി, ഈശ്വര ഇത് ഞാൻ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണോ എന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അത്രയും സൂപ്പർ ആയിട്ട് ക്രിസ്മസ് ട്രീ. അപ്പൊ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതിന് ശേഷം പാറു ദീപിക്ക് വന്നിട്ട് അമ്മ സൂപ്പർ ഉണ്ടല്ലോ, ദീപി ഇടയ്ക്കിടയ്ക്ക് വാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? അവളെ അതൊക്കെ തോണ്ടാതെ കണ്ടിട്ടാ. അപ്പൊ നമ്മളിത് ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചേക്കാണ്. അപ്പൊ നമ്മളൊരു ഗ്രീൻ ചാർട്ട് പേപ്പർ എടുത്തിട്ട് കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കാണ്. അതിന് ശേഷം അതിന്റെ അടിയിൽ നമ്മള്, ഞാനിപ്പോ ഗ്രീൻ കളറിൽ തന്നെ വെച്ചേക്കണം, അത് മറന്നുപോയി ബ്രൗൺ ആക്കാൻ. നിങ്ങള് ചെയ്യുമ്പോ ബ്രൗൺ കളറിലെ ചാർട്ട് പേപ്പറിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് കുറച്ച് വലുപ്പത്തിൽ ചെയ്യണം എന്നുള്ള. അത് ഒന്നെങ്കിൽ ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഭാരമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോ ചിലപ്പോ ഒന്ന് തൊട്ടാലും ഊതിയാലും വീഴാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ക്രിസ്മസ് ട്രീ വെച്ച് കഴിഞ്ഞാൽ അതിനെ തൊടാണ്ട് അത് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോട്ടെ ആ ഒരു രീതിയിൽ ഇരുന്നോട്ടെ. പിന്നെ ആ സ്റ്റാർ അതിന്റെ മുകളിൽ നമ്മൾ അന്ന് ലാസ്റ്റ് ഹാക്കിൽ ചെയ്ത അതേ സ്റ്റാറാണ്, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അതിന്റെ മുകളിലിടെ കുറച്ച് അലിക്ക് കുലിക്ക് എന്നൊക്കെ പറയുന്നത്, നമ്മൾ കുറച്ച് ബെല്ലും എന്താ പറയാ ബോൾസ് ഒക്കെ മേടിക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിന്റെയൊക്കെ ഈസിയാണ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് നനച്ചിട്ട് ഒന്നിങ്ങനെ ഉണ്ടയാക്കാം, ബോൾ പോലെയാക്കാം. അതുമ്പോൾ പശ തേച്ചിട്ട് ഗിൽറ്റിൽ മുക്കി അല്ലെങ്കിൽ പെയിന്റ് അടിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെല്ലുണ്ടാക്കാൻ നമ്മൾ ചാർട്ട് എടുത്തിട്ട് ചെറിയ കോൺസ് ആയിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ബെല്ല് കിട്ടും. അപ്പൊ അതിന്റെയൊക്കെ ഒരു വീഡിയോ, ഹാക്സിന്റെ വീഡിയോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാർട്ട് 3 നിങ്ങൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പാർട്ട് 3 ചെയ്യാം. അതുപോലെ നമ്മുടെ ഇതിന്റെ മുകളിലിട്ടേക്കുന്ന ആ ചാനലില്ലേ, അതിനെന്ത് തോരണം എന്തോ ഒരു പേര് പറയും, തോരണം അല്ല എനിക്ക് അതിന്റെ പേര് പറയാൻ കിട്ടില്ല, നമുക്ക് തോരണം തന്നെ പറയാം. അതിന് പച്ച കളറുള്ള നമ്മൾ കുറെ അന്വേഷിച്ചെടുത്തിട്ട് കിട്ടിയതാട്ടെ. കാരണം ഇതൊക്കെ തീർന്നു, കുട്ടികൾക്ക് ആവശ്യമുണ്ട്, കുട്ടികളൊക്കെ കുറെ മേടിച്ചോണ്ട് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ക്രിസ്മസ് ട്രീ അസൈൻമെന്റ് പ്രൊജക്ടിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അവസാനം കിട്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പൊ ഇതിനൊരു 50 രൂപ കിട്ടാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനത്തെ വേണമെങ്കിലും ഇടാം, ഇങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് പേപ്പർ കൊണ്ട് വെട്ടിയിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇതൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹാക്ക് നമ്മൾ 10ൽ ഒരു 10-25 മാർക്ക് നമ്മൾ കൊടുക്കും. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? കാരണം കുറച്ച് കൂടുതൽ ഓവർഫ്ലോ ആയിട്ട് കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല. അത്രയ്ക്ക് അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ ക്രിസ്മസ് ട്രീ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നിങ്ങളപ്പോ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും വീട്ടിലുള്ളവരൊക്കെ വന്നിട്ട് അടിപൊളി എന്ന് പറയും, അത്ര അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇന്ന് തൊട്ടുള്ള അപ്പൊ ഇന്ന് നമുക്ക് മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ ആണുള്ളത്. അപ്പൊ അടിപൊളി ഒരു കിഡ്ലൻ ചാനലായിട്ട് നമ്മളിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഏത് ചാനൽ നമുക്ക് കണ്ടു നോക്കാം. വെൽക്കം ടു മേക്ക് ഇറ്റ് പോസിബിൾ. അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി ചാനലായിട്ട് വന്നിരിക്കണം. അപ്പൊ ഈ ചാനലിന്റെ പേരാണ് K for Craft Art. അപ്പൊ അടിപൊളിയായിട്ടുള്ള ചാനലാണ്. അപ്പൊ ഈ ഒരു ചാനൽ ചെയ്യുന്നത് കൃഷ്ണ എസ് നായർ എന്ന് പറഞ്ഞ ഒരു മോളാണ്. ആ മോള് ഇപ്പോ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ എന്താ പറയാ, നല്ല രസമായിട്ടുള്ള ക്രാഫ്റ്റുകളും ആർട്ടും പിന്നെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കട്ടോ, അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ മോള് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, എല്ലാവരും ഈ ചാനലൊന്ന് പോയി കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടമാവും, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. നല്ല അടിപൊളി ചാനലാണ്. അപ്പൊ മോള് പത്തനംതിട്ടയെന്നാണ്. അപ്പൊ എന്താ പറയാ, മോള് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇത് ഇനിയും ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ചെയ്യാട്ടോ. നല്ല സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ല രസമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പോയി കണ്ടു നോക്കാം. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. അപ്പൊ എന്താണ്, അപ്പൊ എല്ലാവർക്കും സന്തോഷം ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഹാക്സ് ചെയ്തിട്ട് കുറെ പേര് പിക്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പിക്സ് നമുക്ക് കാണാം. അപ്പൊ നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അപ്പൊ നമ്മള് 10K അടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിലേക്ക്, 10,000 ഫ്രണ്ട്സ് നമുക്ക് വരാൻ പോവാണ്. അപ്പൊ അത് എന്താ പറയാ, ഇപ്പൊ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു 9.7 9.8 റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ 10K വീഡിയോ വരുന്നതാണ്. അപ്പൊ 10K നമ്മൾ സെലിബ്രേഷനായിട്ട് നമുക്ക് കുറെ പേർക്ക് ഹായ് പറയാനുണ്ട്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടിയ കാരണം കമന്റ്സ് ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവരും നമ്മൾ ഹായ് പറയാൻ പോവാണ് നെക്സ്റ്റ് വീഡിയോയില്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. അപ്പൊ പിന്നെ നല്ല അടിപൊളി കിടിലൻ കമന്റ്സ് കുറെ പേര് അയക്കുന്നുണ്ട്. അപ്പൊ ഇതില് എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കമന്റ് ഞാൻ പറയാം. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. കമന്റ് നിങ്ങൾ പറഞ്ഞോ, കമന്റ് നിങ്ങൾ കേട്ടതിന് ശേഷം ആരാ ആളെന്ന് നിങ്ങൾ ഇതാക്കിയിട്ട് ആ കമന്റിലെന്ന് അടിയിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആ കമന്റ് പിൻ ചെയ്യാട്ടോ. അതാണ് സ്നോ കണ്ടപ്പോ ചേച്ചീനെ പേര്, അയ്യോ നമ്മുടെ മൺചിത്രത്തായുള്ള സ്ഥലത്തിന്റെ പേരെന്താ, അയ്യോ സ്നോ കണ്ടപ്പോ ചേച്ചീനെ, അയ്യോ ഇവിടുത്തെ മനോരോഗ്യല്ലേ, ഓർമ്മ കുറവോ, അവിടുത്തെ മനോരോഗ്യയുടെ പദവി ഞാൻ ആ കമന്റ് ഞാൻ നമ്മുടെ ക്രിസ്മസ് ഹാക്സിന്റെ 1ൽ നമ്മൾ പിൻ ചെയ്തിരുന്നതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മനോരോഗിയായി തോന്നിയെന്ന്. സോറി ഞാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെയൊക്കെ കമന്റ്സ് ഓരോരുത്തരുണ്ട്. അപ്പൊ ശരിക്കും അത് നല്ല ആ കമന്റ് വെച്ചിട്ട് ഞാൻ കുറെ നേരം ചിരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അത് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ അടിപൊളി കമന്റ്സ് അയക്കും എല്ലാവരും. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് നമ്മൾ പ്രത്യേകം എടുത്ത് വായിക്കും. അല്ലാതെ എന്നെ പിൻ ചെയ്യോ ചേച്ചിന്ന് ചോദിക്കണ്ട. നല്ല അടിപൊളി കമന്റ്സ് അയച്ചാൽ എനിക്ക് തന്നെ ശരിക്കും പിൻ ചെയ്യാൻ തോന്നും. അത് ഞാൻ പിൻ ചെയ്യണതായിരിക്കും. പിന്നെന്താ പറയാനുള്ള, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടും. പിന്നെന്താ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയണവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി കമന്റ്സ് അയക്കാൻ മറക്കരുത്. അപ്പൊ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും കമന്റ്സ് ആയിട്ട് അറിയിക്കുക. പിന്നെന്താ, അപ്പോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.